തനിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് 8ന്റെ പണി നൽകുമെന്ന ഭീഷണിയുമായി കെ.എം. ഷാജി എം.എൽ.എ. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെ വെറുതെ വിടില്ല. പാർട്ടിക്കുള്ളിലും തനിക്കെതിരെ പ്രവർത്തിച്ചവരുണ്ടെന്നും കെ.എം. ഷാജി. കണ്ണൂർ വളപ്പട്ടണത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു കെ.എം. ഷാജിയുടെ വിവാദ പ്രസംഗം. എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് അയോഗ്യത കൽപ്പിക്കാൻ കാരണമായ സംഭവത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഭീഷണി. തനിക്കെതിരെ പാർട്ടിക്കകത്ത് നിന്ന് നീക്കങ്ങളുണ്ടായിട്ടുണ്ട്. അതൊന്നും താൻ മറക്കില്ല. അവർക്കെല്ലാം 8ന്റെ പണി നൽകും. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ലെന്നും ഷാജി ഭീഷണി മുഴക്കി. അങ്ങനെ കളിച്ചവനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുക തന്നെ ചെയ്യും. അവനേത് കൊമ്പത്തവനായാലും ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. അതിന് വാങ്ങിയ അച്ചാരത്തിന്റെ പണത്തിന്റെ കണക്കും പുറത്തു കൊണ്ടുവരും. അതാരായിരുന്നാലും, അത് പാർട്ടിയുടെ അകത്ത് പണ്ടുണ്ടായിരുന്നോ പുറത്തു പണ്ടുണ്ടായിരുന്നോ അതൊന്നും നോക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എന്റെ പേര് കെ.എം. ഷാജി എന്നാണെങ്കിൽ ചെയ്തവന് 8ന്റെ പണി കൊടുത്തിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർഗീയ പരാമർശമുള്ള നോട്ടീസുകൾ മണ്ഡലത്തിൽ വിതരണം ചെയ്തുവെന്ന പരാതിയിലാണ് ഷാജിയെ കോടതി അയോഗ്യനാക്കിയത്. എന്നാൽ ഈ ലഘുലേഖകൾ പോലീസിന് മറ്റു ചിലർ എത്തിച്ചു നൽകിയതാണെന്നാരോപിച്ച് ഷാജി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. +2 കോഴക്കേസിലും ഷാജിക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെ പരോക്ഷമായി പരാമർശിച്ചാണ് കെ.എം. ഷാജിയുടെ വിവാദ പ്രസംഗം. മീഡിയ 1 കണ്ണൂർ.